നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അജയനെ പറ്റി പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെ ഒന്നും പറയാതിരുന്നിട്ടില്ല സർ. ഉറപ്പാണ്? അതെ, ഉറപ്പാണ് സർ. ശരി സർ, പ്ലീസ്. ഈ വീട്ടിൽ ഒരാളാണ് അജയനെ സഹായിച്ചെന്ന് പറഞ്ഞു. അതാരാണെന്ന് പറഞ്ഞൂടെ? പറയുക മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടിയാണ് ഞാൻ വന്നത്. അവന്തേക്ക് അന്നത്തെ പോലെ ആരെങ്കിലും ഇപ്പൊ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എന്റെയും അവന്തികയുടെയും സംസാരത്തോടെ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ ഞങ്ങൾ കൊണ്ടുപോകും. പറയ്, അന്ന് എന്നോട് പറഞ്ഞ അതേ സംശയം അവന്തികയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ഡബിൾ 864438. ഇത് ആരുടെ നമ്പരാ? ഞാൻ ചോദിച്ചത് കേട്ടില്ല അവന്തികെ. ആരുടെ നമ്പരാന്ന്? 86443. എന്റെയാണ് സർ. എനിക്കറിയായിരുന്നു അത് മീരയുടെ നമ്പരായിരുന്നു എന്ന്. അവന്തിയോട് ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. 10/7/2024, അതായത് ഇന്നലെ ഞാൻ ഇവിടെ വന്ന് അജയന്റെ കാര്യങ്ങൾ തിരക്കിയിട്ട് പോയ ദിവസം, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ മീര അജയന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, ഞാൻ വിളിച്ചിട്ടില്ല. അതിങ്ങടുത്ത് ദേ, ഞാനിതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മീരയുടെ ഫോൺ നമ്പർ. അജയന്റെ ഫോണിലേക്ക് മീര വിളിക്കുകയും ചെയ്തു, 3 മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു. ഇല്ല, ഈ പറയുന്ന അജയൻ മീരയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവന്റെ മകനാണല്ലേ? എന്താ അല്ലേ? അതെ. അങ്ങനെയാണ് ഭർത്തൃ സഹോദരി ആതിരയ്ക്ക് വേണ്ടി അജയനുമായി വിവാഹാലോചന വരുന്നത്. അർച്ചനോട് നേരത്തെ ഞാൻ ചോദിച്ചില്ലേ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോന്ന്. അജയൻ മീരയുടെ ബന്ധുവായിരുന്നു എന്ന വലിയൊരു കാര്യം അർച്ചന എന്താ അന്ന് പറയാറുന്നത്? മറന്നതാണോ അതോ മനഃപൂർവ്വം പറയാത്തതോ? അയ്യോ, മനഃപൂർവ്വമല്ല സർ. സർ, സാറ് പറഞ്ഞു വരുന്ന പ്രകാരമാണെങ്കിൽ മീരയാണ് അജയനെ സഹായിച്ചതെന്നല്ലേ? അത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സർ. മീര അങ്ങനെ ഒരു കുട്ടിയല്ല, ഞങ്ങൾക്കറിയാവുന്നതാ. അറിവിനേക്കാൾ വലുതല്ലേ സാർ സത്യം? തെളിവുകൾ നിരത്തിയ ഞാൻ സംസാരിച്ചത്. അജയൻ ഇപ്പൊ എവിടെയാണെന്നും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നൊക്കെ മീരയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. മീരയെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം. സർ, മീര ചെന്ന് ജീപ്പിക്കർ. ഇല്ല, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. മീരയായിട്ട് ഞങ്ങളോടൊപ്പം വരുന്നോ അതോ? ഞാൻ വരില്ല.
സർ, അച്ഛാ, ഇരട്ടെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്. എന്നെ വിടാൻ. അർച്ചനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. സർ, സർ, ഒരു മിനിറ്റ്. എഴുതി ഇക്കാര്യത്തിൽ നിരപരാധിയാണ് സർ. അത് കോടതി തെളിഞ്ഞോളൂ. അർച്ചന മാറിയേക്ക്. സർ, ഞാനെന്ന് പറയുന്ന കേക്ക്. മാറിയേക്കാൻ. സർ സർ, ഇങ്ങോട്ട് നടക്കടി. അർച്ചനെ, നടക്കടി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എഴുതി. സർ, സർ, പ്ലീസ് സർ. ഞാനൊന്നും ചെയ്യില്ല സർ. എന്നെ വിട്. ഇരട്ടെ, എഴുതി വിഷമിക്കാതെ. സർ, ഞാനൊന്നും സർ, പ്ലീസ്. ചെയ്തിട്ടില്ലെന്ന് പറ. വണ്ടി എടുക്ക. അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. എന്നാലും മീര ഇത് ചെയ്തു കളഞ്ഞല്ലോ. നിന്റെ കണ്ണീന്ന് വരുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, അതിനി തോരില്ല അർച്ചന. നിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിയടിച്ചു, അതോ അവന്തികയുടെ ചെലവിൽ. ഇപ്പൊ ഇവിടെ നടന്നതൊക്കെ അകക്കണ്ണിൽ അവന്തിക നേരത്തെ കണ്ടതാ. അന്ത്യയാനത്തിലെ നാളുകളാ ഇനി അങ്ങോട്ട്. ഒരിക്കലും മോചനമില്ലാത്ത അവന്തികയുടെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മീരയുടെ ജയിൽവാസം മുതൽ സേതുമാധവന്റെ ജീവഹാനി വരെയുള്ള രൂപരേഖ മൂത്ത മരുമകളായ ദാ എന്റെ ഇവിടെയുണ്ട്. ഇതോടെ എല്ലാം തീർന്നെന്ന് തുടങ്ങിയെന്ന് കരുതണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.